നമസ്കാരം. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് മുഖം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. മുമ്പൊക്കെ ചെയ്തിരുന്ന വീഡിയോകളിലെ വോയിസ് ഓവർ ആയിരുന്നു. ചെറിയ വീഡിയോകൾ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് തോന്നി, എന്തായാലും ഇറങ്ങിയല്ലോ, ഇനിയൊന്ന് മുഖം കാണിച്ച് തന്നെ കളയാം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ ഒല കമ്പനി നടത്തിയ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഏപ്രിൽ 1-ാം തീയതി ഒലയുടെ മേധാവി അഗർവാൾ, ഭവേഷ് അഗർവാൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം വഴി ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിൻ്റെ കമ്പനി ഒരു ഓട്ടോണമസ് സ്കൂട്ടർ വിപണിയിൽ ഇറക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ അദ്ദേഹം എക്സിൽ, അതായത് ട്വിറ്ററിൻ്റെ പുതിയ വെർഷൻ എക്സിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് കാണാം, ഒരു സ്കൂട്ടർ തനിയെ മുന്നോട്ട് പോകുന്നതും അതിനെക്കുറിച്ചുള്ള ചില വിവരണങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ അത്തരം വാഹനങ്ങളൊക്കെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം അതല്ല. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിരത്തുകളിൽ കൂടുതലും വളരെ ഹാർഷായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇടയിൽ ഇത്തരം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം, അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ റോഡുകൾക്കുണ്ടോ മറ്റു ഡ്രൈവർമാർക്കുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, ടെസ്ല രാജ്യത്തിൻ്റെയും മറ്റുള്ള ഭാഗങ്ങളിലും അന്താരാഷ്ട്ര ലെവലിലെല്ലാം തന്നെ വലിയ തോതിൽ വളരെ പ്രസിദ്ധി ആർജിച്ചു വന്ന ഒരു കമ്പനിയാണ്. ഡ്രൈവർലെസ് കാറുകളാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് അവർ കോപ്പ് കൂട്ടുകയാണ്. അപ്പോഴാണ് വളരെ പെട്ടെന്നുള്ളൊരു നീക്കത്തിലൂടെ ഇരുചക്രവാഹനത്തിൻ്റെ ഒരു വിപണിയിൽ നോട്ടമിട്ടുകൊണ്ട് ഭവേഷ് അഗർവാൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ സംരംഭത്തിന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഏപ്രിൽ 1-നാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നത് വളരെ വിചിത്രമായി തോന്നാം ചിലർക്കെങ്കിലും. ചിലരെല്ലാം അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇത് നടക്കാവുന്ന കാര്യമല്ല, ഇതൊരു ഏപ്രിൽ ഫൂളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരായും അനുകൂലമായും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിരുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തുന്നത്, ആളുകൾ എങ്ങനെ സ്വീകരിക്കും, ഇതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതുവരയ്ക്കും എല്ലാവർക്കും ഇപ്പോൾ ബൈ ബൈ.